ഇനി അടുത്ത കാര്യം, സ്റ്റേജിൽ കയറിയൊക്കെ പ്രഭാഷണം ചെയ്തുകൊണ്ട് ജന്നത്തുൽ ഫിർദൗസിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സ്വപ്നം കാണുന്ന സമയത്ത് ചാനൽ എടുത്തിട്ടില്ല, ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കാണ്. യഥാർത്ഥ സത്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഈ അടുത്താണ് സൂറ അൽ കഹ്ഫിലെ ലാസ്റ്റത്തെ 10 നിന്ന് ഒരു വാക്യത്തെ കണ്ടുപിടിച്ചത്. ആ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വന്നാൽ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ജന്നത്തുൽ ഫിർദൗസ് എന്ന്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അള്ളാഹിന്റെ ദൃഷ്ടാന്തം. ഇപ്പൊ ഈ വർഷങ്ങൾക്ക് മുന്നുള്ള ഈ ഒരു സ്വപ്നം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ജന്നത്തുൽ ഫിർദൗസിലേക്കാണ്. ഇനി അടുത്തത്, ആഴ്ചകൾക്ക് മുന്നേ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തലേ ദിവസം അന്ന് രാത്രി കിടക്കുന്ന മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ. ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുന്നത് ആകാശ കാഴ്ചയാണ്. അഥവാ ആകാശത്തിൽ ഒരുപാട് അറബിക് ലെറ്ററിൽ എന്തൊക്കെയോ മുദ്ര ചെയ്തിട്ടുണ്ട്, ആകാശത്തിൽ പ്രകാശത്താൽ എന്തൊക്കെയോ മുദ്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വപ്നം ഞാൻ കാണൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. പക്ഷെ ആ ഒരു സ്വപ്നത്തിൽ തന്നെ എന്നെ കാണുന്നുണ്ട്, അഥവാ ഞാൻ അത് നിങ്ങളോട് പറയണമെന്ന് ആ സ്വപ്നത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള സത്യമാണ് അള്ളാഹു കാണിച്ചു തന്നത്. ആകാശത്തിൽ മുദ്ര ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സന്തോഷ വാർത്ത ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്ത് കാര്യത്തിലാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു, ഇനി ഇവിടെ ആണോ അതോ പരലോകത്താണോ എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷനായി. പക്ഷെ 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അൽ കഹ്ഫ് സൂറത്തിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റത്തെ 10 ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അള്ളാഹിന്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജന്നത്തുൽ ഫിർദൗസ് ആണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. ഈ സ്വപ്നം കാണിച്ചു തന്ന അള്ളാഹും ഈ ഖുറാനിലെ ആയത്ത് പറയുന്നതും ഒരേ സൃഷ്ടാവാണ്. നിങ്ങൾക്ക് പരലോകത്തിലേക്കുള്ള ഒരു സന്തോഷ വാർത്ത ആയിരിക്കാം എനിക്ക് കാണിച്ചു തന്നത് എന്ന് ഞാൻ അതിലൂടെ വിശ്വസിക്കുകയാണ്.